ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചക്ക സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്നൊരു ടൈമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ചക്ക നല്ല കണക്ക് വട്ടത്തിലരിഞ്ഞ് കുറച്ച് ചക്കക്കുരും കൂടെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തതാണ്. എന്നിട്ട് നമ്മളിതാ കുക്കറിലാണ് വേവിക്കാൻ പോണത്. കുക്കറിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് വേവിക്കാം. ചക്ക നല്ല ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്ന സാധനമല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമയത്ത് മഴ സമയത്തൊക്കെ നല്ല ചക്കപ്പുഴുക്കും നല്ല കട്ടൻ ചായയും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണല്ലേ. മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി കേട്ടോ. അതായത് ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് നമ്മൾ എരിശ്ശേരി പരുവത്തിനായിരിക്കും. ഇത് നമ്മൾ കുഴച്ച് നല്ല കുഴഞ്ഞ പരുവത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വെച്ചാൽ മതി. ഒരു വിസിൽ, എന്നിട്ട് ആവിയൊക്കെ പോയി കഴിയുമ്പോഴത്തേനും അത് വെന്ത് റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങ, അത് കണക്കൊരു 3 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചുവന്നുള്ളി, ഒരു 4 വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചൊതുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്ക കണ്ടോ റെഡിയായി. ഒരു വിസിലും പിന്നെ ആവിയെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിതാ അരപ്പിട്ട് കൊടുക്കാം. അരപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ആവി കയറാൻ, ലോക്ക് ചെയ്യേണ്ട, ആവി കയറാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേനും ഞാൻ വറവ് റെഡിയാക്കിയിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും കടുവും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ചക്ക നന്നായിട്ട് ഉടച്ച ശേഷം നമ്മളിത് വറവിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ, നല്ല സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ നല്ല ആവി പറക്കണ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ചക്കപ്പുഴുക്കിൻ്റെ ഒപ്പം കഴിക്കാൻ പോകുന്നത് നല്ല തേങ്ങ അരച്ച പുളിഞ്ചിക്കയൊക്കെ ഇട്ട നെത്തോലിക്കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ അയല വറുത്തതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്